പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മളോടൊപ്പം ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവരെ ചേർത്ത് പിടിച്ച് അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ചേർത്ത് പിടിച്ച് നമുക്ക് ഈ സമയം കർത്താവിൻ്റെ കരുണയെ ധ്യാനിക്കാം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ കരുണ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും ദൈവത്തിൻ്റെ കരുണ വളരെ ആവശ്യമാണ്. നാം പാപികളാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ വീണ്ടെടുക്കേണ്ടത്. നമുക്ക് ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമ്മെ താങ്ങി നിർത്തും, വീണ്ടെടുക്കും. ആ ബോധ്യത്തോടെ ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അല്പസമയം സ്വതന്ത്രമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് സ്നേഹമായി ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. അവിടുത്തെ കാരുണ്യം കർത്താവെ ഞങ്ങൾ അനുഭവിക്കുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ സമർത്ഥമായ മണിക്കൂറിൽ നാം എല്ലാവരിലേക്കും ഒഴുകി വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, പുസ്തസ്ഥാനങ്ങളിരിക്കാം. ഏതാനും കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു വചനം യൂദാസ്ലീഹയുടെ ലേഖനം അതിൻ്റെ 17-ാമത്തെ വചനം എടുക്കുമ്പോൾ, 1-ാം അധ്യായം 17-ാമത്തെ വചനം, അവിടെ നൽകപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തലക്കെട്ട് തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. താക്കീതും ഉപദേശവും. അങ്ങനെയാണ് ആ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്, താക്കീതും ഉപദേശവും. ഈ 17-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമുക്ക് യോഗ്യത ലഭിക്കുക. അവസാന നാളുകളിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ, അതുകൊണ്ടാണ് താക്കീത് എന്നുകൂടി അവിടെ പറഞ്ഞിരിക്കുന്നത്. അവസാന നാളുകളിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അധമ വികാരങ്ങൾക്ക് അടിപ്പെട്ട് പരദൂഷകരാകുന്നവർ ഉണ്ടാവും. അധമ വാസനകൾ, അധമ വികാരങ്ങൾ. കൊളോസസ് 2:11 വായിക്കുമ്പോൾ പൗലോസ്ലീഹ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ആന്തരിക പരിച്ഛേദനം. അതെങ്ങനെയാണ് സംഭവിക്കുക? അധമ വാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ. ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അധമ വികാരങ്ങൾക്ക് അടിപ്പെട്ട് പരദൂഷകരാകുന്നവർ ഉണ്ടാവും. അപ്പോൾ അവരുടെ സംസാരത്തിൽ വരാവുന്ന ഒരു പാപമാണ് പരദൂഷണം. പ്രഭാഷകൻ 28:13 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, പരദൂഷകർ അവർ ശപിക്കപ്പെട്ടവരാണ്. അത് ഗൗരവമുള്ള ഒരു പാപമാണ്. പരദൂഷണത്തിലൂടെ ഒരുപാട് നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പറ്റും. നമുക്ക് ശ്രദ്ധയില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വാള് പോലെ ശരീരത്തിൽ തുളച്ചു കയറാൻ സാധ്യതയുണ്ടെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ ഈ പരദൂഷണത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തവർ മറ്റുള്ളവരെ ഒരുപാട്
മുറിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അധ്യായം പ്രഭാഷകൻ 28:13 മുതലുള്ള വചനങ്ങൾ തുടർന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാവും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. സാധാരണ നമ്മൾ കൊലപാതകങ്ങളെക്കുറിച്ച് പറയുമ്പം അതിനകത്ത് പെടുന്ന ഒന്നാണ് തേജോവധം. കൊലപാതകം പോലെയാണ്. നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, സംസാരത്തെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ അതുമൂലം വരാവുന്നത് കൊലപാതകം പോലും, തേജോവധം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസാന നാളുകളിൽ ഉണ്ടാകും എന്നുള്ളത് ഇവിടെ ഒരു താക്കീത് പോലെ ദൈവം ഈ ലേഖനത്തിൽ നൽകുന്നത് കാണാൻ പറ്റും. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവരുടെ ഒരു ശരിയായിട്ടുള്ള ഒരവസ്ഥ ഇങ്ങനെയിരിക്കും, അവർ പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായിരിക്കും. പരിശുദ്ധാത്മാവ് ഉള്ളവർക്കാണ് ആത്മീയമായി ചിന്തിക്കാൻ പറ്റുക. റോമാലേഖനം 8:4 നമ്മൾ കാണുന്നുണ്ട്, വേണമെങ്കിൽ നിനക്ക് ജഡികതയിൽ ജീവിക്കാം, വേണമെങ്കിൽ ആത്മീയതയിൽ ജീവിക്കാം. ജഡികരായി ജീവിക്കേണ്ടവർക്ക് ജഡികരായി ജീവിക്കാം, ആത്മീയരായി മാറേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? രണ്ട് കൂട്ടർക്കും ഒരേ റിസൾട്ട് അല്ല വരാൻ പോവുക. അത് 13-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജഡികരായി ജീവിക്കുന്നവർ തീർച്ചയായും മരിക്കും. നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആ സമയം വരെ പോകണ്ട, അതിനു മുമ്പ് തന്നെ ആത്മീയ മരണം. അപ്പം അങ്ങനെയുള്ളവർക്ക് പിന്നെ ആത്മീയ കാര്യങ്ങൾ അതിന് പ്രസക്തിയില്ല, അത് ചിന്തിക്കാനോ ആ രീതിയിൽ പോകാനോ അവർക്ക് താല്പര്യവും. കാരണം അവർ ജഡികരായതുകൊണ്ട്. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ഈ ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കാൻ പറ്റും. അതിന് ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം, ആത്മീയ ചിന്തകളാൽ നമ്മൾ നയിക്കപ്പെടണം. നമ്മുടെ ശരീരത്തിൽ ഭരണം നടത്തേണ്ടത് പാപമല്ല, ദൈവമാണ്. അങ്ങനെ ദൈവം ഭരണം നടത്തുന്നിടത്ത് ആത്മീയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും അത് ഉൾക്കൊള്ളാനും അത് ആസ്വദിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഇതൊന്നും ഇല്ലാത്ത കേവലം ലൗകികരെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെയുള്ളവർ ചെയ്യുന്നൊരു കാര്യം ഇതാണ്, അവർ ഭിന്നിപ്പുണ്ടാക്കും. സുഭാഷിതങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വായിച്ചാൽ കർത്താവ് വെറുക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 6 കാര്യങ്ങൾ. അതിനുശേഷം പറയാണ്, 7-ാമതൊന്ന് മ്ലേച്ഛമായിട്ട് കണക്കാക്കുന്നു. നമ്മൾ മ്ലേച്ഛതയെക്കുറിച്ച് ചിന്തിക്കുമ്പം പെട്ടെന്ന് ലൈംഗികതയുടെ മേഖലയിലുള്ള ചില പാപപ്രവൃത്തികൾ അത് മാത്രമാണെന്ന് വിചാരിച്ചേക്കാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, മ്ലേച്ഛമായിട്ട് കർത്താവ് കണക്കാക്കുന്ന ഒരു പാപം സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നത്. മറ്റുള്ളവരുടെ ഇടയിൽ ഭിന്നതയ്ക്ക് ഞാനാണ് കാരണമെങ്കിൽ ഞാൻ ചെയ്തത് മ്ലേച്ഛമായ പ്രവൃത്തിയാണെന്ന്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇനി ആത്മീയ മനുഷ്യരെന്ത് ചെയ്യും? നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ പുരോഹിത പ്രാർത്ഥന, യേശു നടത്തിയ പുരോഹിത പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ യേശു പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമുണ്ട്, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ എത്രമാത്രം ഐക്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ത്രിത്വത്തിലെ ഐക്യം, തിരുക്കുടുംബത്തിലെ ഐക്യം, ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ വരേണ്ടത്. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. യേശു പ്രാർത്ഥിച്ച ഒരു വിഷയം, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കണം. ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏത് പ്രശ്നവും അവിടെ പരിഹരിക്കപ്പെടും. ഇന്ന് സാത്താൻ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിക്കുക, ഗ്രൂപ്പാക്കുക, ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെതിരായിട്ട് പ്രവർത്തിക്കുക, അത് പിന്നെ അവർ തന്നെ തല്ലി തകർന്നോളും എന്നുള്ളത് സാത്താൻ അറിയാം. ആത്മീയ മനുഷ്യർ ചിന്തിക്കുന്നത് എല്ലാവിധ അനൈക്യങ്ങളും മാറി ഐക്യമുണ്ടാകണം. ഞാൻ ഐക്യം പുലർത്തുന്ന, ഐക്യം കൊണ്ടുവരുന്ന ഒരു ഏജൻ്റായിട്ട് ഞാൻ മാറണം എന്ന് ചിന്തിക്കുന്നവരാണ് ശരിക്കും ആത്മീയതയുള്ളവർ, ആത്മീയ മനുഷ്യർ എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമുക്കിനി ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു 2-3 കാര്യങ്ങൾ പ്രത്യേകം ഈ ഒരു വചനം, യൂദാസ്ലീഹയുടെ ലേഖനം 17-ാമത്തെ വചനം വായിച്ചാൽ ഇത് നമുക്ക് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ കാര്യം ഇതാണ്,
യേശുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കുക, ഉറ്റുനോക്കിയിരിക്കുക. സങ്കീർത്തനം 123 രണ്ടാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ സങ്കീർത്തകൻ പറയുന്നുണ്ട്, എനിക്ക് കരുണ കിട്ടുവോളം ഞാൻ ദൈവത്തിങ്കിലേക്ക് ഉറ്റുനോക്കിയിരിക്കും, കണ്ണ് പറിക്കാതെ ഞാൻ കർത്താവിനെ നോക്കിയിരിക്കും, എനിക്ക് കരുണ കിട്ടുവോളം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, അതാണ് പാപികളോടൊത്ത് വസിക്കരുത്. ദൈവത്തിൻ്റെ കരുണ ആഗ്രഹിച്ച് ജീവിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ പാപികളുമായിട്ടല്ല അസോസിയേറ്റ് ചെയ്യേണ്ടത്, അവരുമായിട്ടല്ല ഇടപഴകേണ്ടത്, അവരുമായിട്ടല്ല സഹവസിക്കേണ്ടത്. പ്രഭാഷകൻ 13:1 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരിയോട് സഹവസിക്കുന്നവർ അഹങ്കാരിയായി മാറും. നമ്മുടെ കൂട്ടുകാരെല്ലാം അഹങ്കാരികളാണെങ്കിൽ നമ്മളും അഹങ്കാരിയായിട്ട് മാറും. നമ്മുടെ കൂട്ടുകാരെല്ലാം ജഡികരാണെങ്കിൽ നമ്മളും അധികം താമസിയാതെ ജഡികതയിലേക്ക് വഴുതി വീഴും. അത് വരാതിരിക്കാൻ നമ്മുടെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കേ, ദൈവത്തോട് നമ്മെ ചേർത്ത് പിടിക്കുന്ന, പുണ്യങ്ങൾ അഭ്യസിക്കാൻ സഹായിക്കുന്ന വ്യക്തികളുമായിട്ട് വേണം നമ്മൾ കൂട്ടുകൂടാൻ. അതുകൊണ്ട് പാപ സാഹചര്യങ്ങളെ നമ്മൾ വെറുത്തുപേക്ഷിക്കണം. ഇത് എത്ര ഗൗരവപൂർവ്വം ചെയ്യണം എന്നുള്ളത് അറിയാൻ പ്രഭാഷകൻ 21 വചനം എടുത്താൽ മതി. സർപ്പത്തിൽ നിന്നെന്നതുപോലെ പാപ സാഹചര്യത്തിൽ നിന്ന് ഓടിയകലണം. നമ്മൾ ഇത്രയും ശുഷ്കാന്തി കാണിക്കുന്നില്ലെങ്കിൽ പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. നമുക്കറിയാലോ, ഒരു പാമ്പിനെ പേടിയുള്ളവരാണെങ്കിൽ ഒരു പാമ്പ് അഴിഞ്ഞു വരുന്നത് കാണുമ്പോഴേ അവിടുന്ന് ഓടി രക്ഷപ്പെടും. അതുപോലെ ചില പാപ സാഹചര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെയിൽ പാപത്തിൽ വീണത്. ചില കൂട്ടുകെട്ടായിരിക്കാം, ഫോൺ വിളികളായിരിക്കാം, വേണമെങ്കിൽ ചില മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പരിശ്രമിച്ചതായിരിക്കാം. അതെല്ലാം അവിടെ കൊണ്ട് എത്തിച്ചു പാപപ്രവൃത്തിയിൽ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സർപ്പത്തെ കണ്ട് ഓടി അകലുന്നത് പോലെ ഓടി അകലാൻ സാധിക്കണം. അങ്ങനെയുള്ളവർക്ക് പാപം ഒഴിവാക്കാൻ എളുപ്പമാകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമത്തെ കാര്യമാണ് ഭയത്തോടെ പാപിയോട് കരുണ കാണിക്കുക. ഈ യൂദാസ്ലീഹയുടെ ലേഖനം അതിൻ്റെ 22 വചനത്തിലേക്ക് വരുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, പാപിയെ സ്നേഹിക്കണം, പാപത്തെ വെറുക്കണം. അപ്പോൾ ഈ പാപികളോട് നമ്മൾ അവരോട് വെറുപ്പല്ല കാണിക്കേണ്ടത്, അവരോട് കരുണ കാണിക്കണം. അങ്ങനെ കരുണയുള്ളവർ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാത്തവരവരെ എഴുതിത്തള്ളുന്ന ആ ഒരു മനോഭാവം അതല്ല നമുക്ക് ചേർന്നത്. പാപത്തെ വെറുക്കണം, പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലണം, പാപികളോട് കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കണം, അവരെ വീണ്ടെടുക്കാൻ നമുക്ക് പറ്റണം. റോമാലേഖനം 12:21 വായിച്ചാൽ അതെങ്ങനെ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നന്മ കൊണ്ട് തിന്മയെ കീഴടക്കാനുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വരണം. തിന്മ കൊണ്ട് തിന്മയെ കീഴടക്കാൻ പറ്റില്ല, നന്മ കൊണ്ട് തിന്മയെ കീഴടക്കണം. യാക്കോസ്ലീഹ 5 വായിച്ചാലും എൻ്റെ ആത്മാവിനെ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് നഷ്ടപ്പെട്ട ആത്മാക്കളുടെ കാര്യം മനസ്സിലാക്കി ആ ആത്മാക്കളെ നേടിയെടുക്കാൻ വേണ്ടി നീ പരിശ്രമിക്കുക, അതിന് നീ പ്രാർത്ഥിക്കുക, അതിന് നീ ത്യാഗമെടുക്കുക. അപ്പോൾ ആത്മാക്കളെ നേടിയെടുക്കാൻ നിനക്ക് പറ്റും. അങ്ങനെ ആത്മാക്കളെ നേടിയെടുക്കുന്നവർ അതോടൊപ്പം അവരുടെ ആത്മാവിനെയും നേടിയെടുക്കുന്നു എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് അനുസരിച്ച് ജീവിക്കുവാനുള്ളൊരു കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവർ അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന.